നിങ്ങള് ദിവസവും ആർത്തിയോടെ കയറുന്ന ഷോപ്പിന്റെ പേര് ഞാൻ പറയണോ? പറഞ്ഞു പറഞ്ഞു കൊടുക്ക അവിടെ വരെ എത്തിയല്ലേ. ഇനി കിടക്കണം നല്ലത്. മദ്യ ഷോപ്പ്. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം സ്വർണ്ണക്കടയിലും തുണിക്കടയിലും ഒക്കെ കയറുന്നത്. നിങ്ങൾ പിന്നെ ദിവസവും കയറി ഇറങ്ങി നടക്കല്ലേ? എന്റെ അമ്മോ, ഞാൻ കിടക്കും. സച്ചിയേട്ടാ, പാല് കുടിച്ചിട്ട് കിടക്ക്. എനിക്ക് വേണ്ട, ഇപ്പൊ തന്നത് മതി. വയറ് നിറഞ്ഞു. കുടിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. എനിക്ക് ഒരു പെണ്ണ് അവളുടെ ഭർത്താവിൽ നിന്ന് സ്നേഹം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഭർത്താവിന്റെ സ്നേഹം, നല്ല വാക്ക്, അതൊക്കെ അവൾക്ക് വേണ്ടത്. അതിനു മുന്നിൽ ഈ സ്വർണ്ണവും ഡയമണ്ടും ഒന്നും അവൾക്ക് ഒന്നുമല്ല. എന്നെ വിട്ടേക്കപ്പനേ. സച്ചിട്ട് എഴുന്നേക്കുന്നേ നല്ലത്. എനിക്കങ്ങോട്ട് വർഷ തിരികെ വന്നതേ ഡയമണ്ട് മോതിരം കൊടുത്തോണ്ടല്ല. വർഷയ്ക്ക് ശ്രീകാന്തിനോടും ശ്രീകാന്തിന് വർഷയോടും സ്നേഹമുണ്ടാ. ഓരേ മതി മതി മതി. ഇനി എന്റെ മോനെ പാല് കുടിക്ക്. കുടിക്കാൻ നീ ഇത് കുടി. എനിക്ക് വേണ്ട. നീയും രാവിലെ മുതൽ രാത്രി ജോലി ചെയ്യുന്നല്ലേ, നീയും കുടിക്കണം. കുടിക്കുക. വേണ്ട സച്ചേട്ടാ, ഇനി കിടക്കാം. കിടക്കാനൊന്നും പറ്റില്ല, കുറച്ചായിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. നീ ഒരു പാട്ട് പാട്. പാട്. ഏത് പാട്ടാ പാടേണ്ടേ? ഭക്തിഗാനം മതിയോ? എന്തിനാ രാത്രി ദൈവങ്ങളെ ശല്യപ്പെടുത്തുന്നേ? നിനക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും പാട്ട് പാടിയാ മതി. പാടാം. ഇപ്പൊ രണ്ടും ഉറങ്ങും. അപ്പൊ പോയി ഫോൺ എടുക്കാം. ഇവിടെ വന്ന് നിക്കുകയാണല്ലേ കൊച്ചു കള്ളി. ശ്രുതി, നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ അവരുടെ പാട്ട് കേട്ട്. അയ്യേ, നീ എന്തിനാ കാള ഞാൻ കേൾക്കുന്നേ? ഞാൻ നല്ല പാട്ട് പാടിത്തരില്ലേ? നീ വാ. അല്ല വേണ്ട, ഞാൻ ഈ കളർ കേട്ടോളാം. നല്ല പാട്ട് ഞാൻ പാടിത്തരാം. എനിക്ക് പാട്ട് വരുന്നു. വാ. സുഖി എന്തിനാ എന്നെ എടുത്തോണ്ട് വന്ന്? അതെന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ വണ്ടി? ദേ ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് മനസ്സിലായില്ലേ? ദേ ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഈ ഭാവം കണ്ടാലറിയാം നിനക്ക് മനസ്സിലായെന്ന്. പിന്നെ ഇന്നെനിക്ക് അച്ഛമ്മയുടെ ആ ഓഫറിനെ കുറിച്ച് ഓർമ്മ വന്നു. ആദ്യം കുഞ്ഞുണ്ടാവുന്നവർക്ക് സ്വത്തൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അച്ഛമ്മ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് പ്രിപ്പയർഡായി. ഈ മുല്ലപ്പൂവും പാലും ഒക്കെ കണ്ടില്ലേ? എത്ര സമയമായിട്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നു. സുധിക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ? ഞാൻ കരുതിയത് സുധി ഉറങ്ങിന്ന്. അത് നിന്നെ വെയിറ്റ് ചെയ്യുന്നതിനിടയില് ഞാൻ അറിയാതൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഉറക്കത്തില് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തില് നമ്മൾ രണ്ടുപേരും അങ്ങ് പാരീസിലായിരുന്നു. അവിടെ ഈഫൽ ടവറിന്റെ മുന്നിൽ നമ്മൾ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുന്നു. അയ്യോ, എന്തൊരു റൊമാൻസ് ആയിരുന്നു സ്വപ്നത്തില്. സ്വപ്നത്തില് മാത്രം റൊമാൻസ് പോരല്ലോ, അത് കുറച്ച് നമ്മുടെ ജീവിതത്തിലും വേണ്ടേ? എങ്കിലും ഞെട്ടി ഉണർന്നത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ ഇന്നത്തെ രാത്രി പോയി കിട്ടിയാനെ. സുധിയുടെ ഒരു സ്വപ്നം. എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ അപ്പുറത്തുണ്ടാവും. ഉറക്കം വരരുത്, ഈ രാത്രി ഉറക്കം വരരുത്. അച്ഛമ്മയുടെ ഓഫർ നമുക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാലം കുടിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആദ്യം കുടിക്കാം. നീ പിന്നെ കുടിച്ചാ മതി. അതല്ലേ അതിന്റേതായൊരു രീതി. കുടിക്ക് ശ്രുതി, കുടിക്ക്. പെട്ടെന്ന് കുടിക്ക് ശ്രുതി. ശ്രുതി, നീ എന്തിനാ കോട്ടോ ഇടുന്നത്? നിനക്കല്ലേ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞത്? എന്തോ ഉറക്കം വരുന്നു സുധി. ശ്രുതി, മതി. ഇനി നമുക്ക് കിടക്കാം. മിക്കവാറും ഇവിടെ എല്ലാവരും എഴുന്നേറ്റ് വരും. അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്കായിരിക്കും കിട്ടുക. ആരുമല്ല, എല്ലാവരും നല്ല ഗാഠനിദ്രയില്ല. ഇവരിതുവരെ എഴുന്നേറ്റില്ലേ? ശ്രുതി എന്താ ഇവര് എഴുന്നേക്കാത്തെ? സമയത്രയായി. ശ്രുതിക്ക് ഷോറൂം തുറക്കണ്ടേ? ഇത്രയും വിളിച്ചിട്ട് ഇവരെന്താ വാതിൽ തുറക്കാത്തെ? എഴുന്നേക്ക, വാതിൽ തുറക്ക്. മോനെ വാതിൽ തുറക്കടാ. എഴുന്നേക്ക, വാതിൽ തുറക്ക്. പേടിച്ചു പോയല്ലോ. എത്ര തവണ വിളിച്ചു, എന്റെ വാതിൽ ഉറക്കം വൈകിയേ? അത് വിളിച്ചത് കേട്ടില്ല, നല്ല ഉറക്കമായിരുന്നു. നിങ്ങളെന്താ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഫോണിൽ സിനിമയും കണ്ടിരുന്നോ? സമയം എത്രയായെന്ന് അറിയോ? ഇവന്റെ ഷോറൂം തുറക്കണ്ടേ? ഞാൻ ഇത്ര അലറി വിളിച്ചിട്ട് ഇവൻ അറിഞ്ഞിട്ടില്ല. ഇവന്റെ അടുത്ത് കുമ്പാരണം തോറ്റു പോയല്ലോ. എടാ എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? എഴുന്നേക്കടാ. എന്തൊരു ഉറക്കം ഇവന് ഷോറൂം തുറക്കണ്ടേ? ഇത്ര വിളിച്ചിട്ട് ഇവനെന്താ എഴുന്നേക്കാത്തെ? സുധി എഴുന്നേക്കാൻ വൈകും. സുധി അപ്പാല് കൂടുതൽ വിളിച്ചത്. എന്താ വെറുതെ? അയ്യോ സുധി, എഴുന്നേക്ക്. സുധി ശല്യം ചെയ്യല്ലേ, ഞാൻ കുറച്ച് സമയം കൂടെ ഉറങ്ങട്ടെ. സുധി ഉറങ്ങിയ പോരെ? എഴുന്നേക്കാൻ ഒറ്റ വീക്ക് വെച്ചാൽ കാണുന്നില്ല. കണ്ണു തുറക്കടാ. എന്തിനും ഉറക്കായത്? പെട്ടെന്ന് ഫ്രഷ് ആയി ഭക്ഷണം കഴിച്ചിട്ട് ഷോറൂമിൽ പോകാൻ നോക്കാം. ഇന്ന് പോണോമേ, എനിക്ക് വയ്യ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പെട്ടെന്ന് പോകാൻ നോക്കാം.
ഇതെന്താ കയ്യിൽ ചുറ്റിരിക്കുന്ന മുല്ലപ്പൂമാലയോ? അതെ. ഇപ്പൊ മനസ്സിലായി രണ്ടുപേരും എണീക്കാൻ വൈകി എന്തുകൊണ്ടാണെന്ന്. അയ്യോ. അച്ഛമ്മയുടെ ഓഫർ നിങ്ങൾ മറന്നിട്ടില്ല അല്ലേ? അയ്യേ, അങ്ങനെയല്ല. അച്ഛമ്മയാവാനുള്ള എന്റെ ആഗ്രഹം പെട്ടെന്ന് നടക്കും. എനിക്ക് സന്തോഷായി മക്കളെ, സന്തോഷായി. എന്ന് വെച്ച് എന്നും ഇങ്ങനെ ലേറ്റ് ആവാൻ നിൽക്കണ്ട. ശ്രുതി, ആക്ച്വലി ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? പാല് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം സംഭവിച്ചതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. ഇനി അടുക്കള കയറിയോ ഇടിച്ച് മൂക്ക് ഞാൻ പരത്തും. ഒരു മുല്ലപ്പൂവും പാലും. അടുക്കളയിൽ കയറിയ എന്താ പ്രശ്നം? ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കൊണ്ടുവന്ന് വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ചെടുന്ന് ഉറങ്ങിയില്ലേ? അതായിരിക്കും. എന്നാലും ഇന്നലെ എന്താ എനിക്ക് പറ്റിയത്? താനെന്തിനാ എന്നെ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? എനിക്ക് സംസാരിക്കണം. താനെന്തിനാ എന്നോട് സംസാരിക്കണം? മേലിനെ വിളിച്ചു പോയിട്ട്. നിന്നോടൊക്കെ മനുഷ്യ സംസാരിക്കുവോ? എനിക്ക് സംസാരിക്കേണ്ടതേ നിന്റെ ഫ്രണ്ട് ശ്രുതിയോടാ. അതിനവൾ എന്റെ കൂടെയാണോ താമസം? ദേ, അവളെ അന്വേഷിച്ച് ഞാൻ പാർലറിൽ പോയി. അവൾ അവിടെ ഇല്ലായിരുന്നു. ഞാൻ കുറെ തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ദേ, നീ അവളെ വിളിച്ചിട്ടേ നീ ഫോൺ എനിക്കതാ. ഞാൻ വിളിക്കാം. അവളെ അല്ല, പോലീസിനെ. നിന്റെ ഈ പിച്ചതണ്ടലൊക്കെ അന്നത്തോടെ അവസാനിക്കും. ആ, വിളിക്ക്. ഓ, ആ വിളിക്ക്, പെട്ടെന്ന് വിളിക്ക്. എനിക്ക് കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വരും. പക്ഷേ അവളുടെ ജീവിതം പോവും. അവളുടെ ഈ ചീറ്റിംഗ് കേസേ എല്ലാവരും അറിയിക്കും ഞാൻ. നീ അവളെ വിളിക്ക്. അല്ലെങ്കിലേ ഞാൻ അവളുടെ മണ്ടൻ ഹസ്ബൻഡിനെ വിളിക്കും. അത് വേണോ? ഞാൻ വിളിക്കാം. വിളിക്ക്. ഇത് ശ്രുതിയുടെ ഫോണാണല്ലോ. ഈ ഫോൺ അടിക്കുന്ന ഇവള് കേൾക്കുന്നില്ലേ? ഇവളിത് എവിടെ പോയി? ശ്രുതി, ഫോൺ. നേരെയാണല്ലോ വിളിക്കുന്നത്. ശ്രുതി, നീ എവിടെയുള്ളത്? എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെ, ശ്രുതി. അയ്യോ, എന്റെ ഫോൺ. ആന്റി, ശ്രുതി, നിന്റെ ഫ്രണ്ട് മേരിയ ഫോണില്. അവളായതുകൊണ്ടാ ഞാൻ ഫോൺ എടുത്തേ. സാരല്ല ആന്റി. എന്തിനാടി വിളിച്ചേ? എടി, ഈ ദ്രോഹി നവീൻദാസ് എന്റെ കൂടെ ഉണ്ട്. ഇങ്ങതാ, ഞാൻ സംസാരിച്ചോളാം. ഹലോ കല്യാണി, സുഖമല്ലേ? നീ പഠിച്ച കളിയാ. നീ രാഷ്ട്രീയത്തിലാണെങ്കിലേ ഈ രാജ്യം പിടിച്ചടക്കിയിട്ടുണ്ടാവും. എനിക്ക് സുഖം തന്നെ. നിനക്ക് സുഖം തന്നെ, അതെനിക്കറിയാം. പക്ഷേ എനിക്ക് സുഖമല്ല. കാശ് കയ്യിലുണ്ടെങ്കിലേ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. അത് പറയാനാ വിളിച്ചേ. അത് ശരി, നല്ല വിഷയം തന്നെ. എനിക്ക് സുഖമല്ലെന്ന് അറിഞ്ഞപ്പോ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടായിരുന്നോ? അച്ഛന്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എന്നെ കുറിച്ച് ചോദിച്ചായിരുന്നോ? നീ ഇതെന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നേ? നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, കറക്റ്റ്. നിങ്ങൾ വിഷയം പറ. പുതിയ വിഷയമൊന്നുമില്ല, പഴയ വിഷയം തന്നെ. ദേ, ഞാൻ ചോദിച്ച കാശ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് കാശ് വേണം. പറഞ്ഞ 5 ലക്ഷം രൂപ നീ എപ്പോ തരും? ഒരു മാസം കഴിയും. അപ്പോ എല്ലാം ശരിയാവും. ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഒരു മാസോ? ദേ, ഒരു മാസമൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ, ഇപ്പൊ ഞാൻ നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്നു. എനിക്ക് പെട്ടെന്ന് കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും. നീ ഇപ്പൊ താമസിക്കുന്ന നിന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ട്. ദേ, സത്യമൊക്കെ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞാ അതോടെ നിന്റെ ജീവിതം അവസാനിക്കും. നീ ഇപ്പൊ പേടിച്ചാ സംസാരിക്കുന്നത്. നീ മറ്റുള്ളവരെ പേടിക്കുന്നതിനേക്കാൾ എന്നെ പേടിക്കണം. നിന്റെ ജീവിതം എന്റെ കയ്യിലാണെന്നുള്ള കാര്യം നീ മറക്കരുത്. ദേ, ഒരാഴ്ചക്കകം എനിക്ക് 5 ലക്ഷം രൂപ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിലേ നിന്റെ വീട്ടിലെത്ത ഞാൻ നിന്റെ ഹസ്ബൻഡിനോടും അമ്മായിയമ്മയോടും സത്യം വിളിച്ച് പറയും. കേട്ടല്ലോ? മനസാക്ഷിയിലോടെ തനിക്ക് എത്ര നാളായി നീ ഈ ടോർച്ചിങ് തുടങ്ങിയിട്ട്? നിന്റെ ഫ്രണ്ടിനോട് പെട്ടെന്ന് കാശ് തരാൻ പറഞ്ഞോ? ഇല്ലെങ്കിലേ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. കൊണ്ടോ? ശരി, ഓക്കെ. ശ്രുതി, ആരെ PA? അല്ല, എന്താ ആന്റി അങ്ങനെ ചോദിച്ചേ? അങ്ങനെ ഒരാളെ കുറിച്ച് ആന്റിക്ക് എങ്ങനെ അറിയാം? അല്ല, ഫോൺ എടുത്തപ്പോ മേര് പറഞ്ഞു PA വന്നിട്ടുണ്ടെന്ന്. ഓ, അദ്ദേഹം എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടാ. പേര് പ്രശാന്തേ. ഞങ്ങള് PA ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അല്ല, അച്ഛനെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അദ്ദേഹം അച്ഛന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ അച്ഛന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്നത് അദ്ദേഹമാ. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അച്ഛനെ പോയി കണ്ടിരുന്നു എന്നാ പറഞ്ഞത്. ഓ, ഇവിടെ വരാതെ എന്തിനാ അദ്ദേഹം മേരയുടെ വീട്ടിൽ പോയത്? അല്ല, ഞാൻ ആ വീട്ടിലായിരുന്നല്ലോ മുമ്പ് താമസിച്ചിരുന്നേ. അവിടുത്തെ അഡ്രസ്സാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ടാ അവിടേക്ക് പോയത്. ഓ, നിന്റെ അച്ഛന്റെ അക്കൗണ്ടൊക്കെ ഇപ്പോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നല്ലേ പറഞ്ഞത്? അതെ. നിന്റെ അച്ഛന്റെ അക്കൗണ്ടില് ഇപ്പൊ ഏകദേശം എത്ര കാശ് കാണും? ഒരു 3 കോടിയൊക്കെ കാണും. എന്താ ചിരിക്കുന്നേ? അല്ല ആന്റി, 3 കോടി എന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് ചിരി വന്നേ. എന്താ, അത്രയൊന്നും ഇല്ലേ? അച്ഛന്റെ അക്കൗണ്ടിൽ 3 കോടിയല്ല, ഒരു 300 കോടിയെങ്കിലും കാണും ആന്റി. 300 കോടിയോ? അതെ, 300 കോടി.